ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൊന്നുതള്ളിയ ഭീകരവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന്റെ പട്ടാളമാണ് ആ ശവസംസ്കാര ചടങ്ങിൽ ഈ ഭീകരന്മാർക്ക് ഔദ്യോഗിക ബഹുമതികളോടെ ശവസംസ്കാരം നടത്താനായി മുന്നിൽ നിന്നത്. ഈ ഭീകരന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാരത്തിന് നേതൃത്വം നൽകിയ ഒരാൾ. ആരാണ് അയാൾ? അയാളുടെ പേരാണ് ഹാഫിസ് അബ്ദുൾ റൌഫ് എന്ന് പറയുന്നത്. ഇയാൾ പല രാജ്യങ്ങളും നോട്ടമിട്ടിരിക്കുന്ന ഒരു കൊടും ഭീകരനാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇയാളുടെ സാന്നിധ്യം പാകിസ്ഥാനിലില്ല, അതായത് ഇയാൾ പാകിസ്ഥാനിലില്ല, ഇയാൾ വേറെ എവിടെയാണെന്നൊക്കെയാണ് പാകിസ്ഥാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ കൊടും ഭീകരനെ ഈ സമയത്ത് വെള്ളപൂശി ഇവരുടെ ഫ്യൂണറൽ സെറമണി, അതായത് ശവസംസ്കാര ചടങ്ങിൽ കൊണ്ടു നിർത്തി ഇയാൾ ഒരു പാവ മനുഷ്യനാണ് എന്ന് കാണിക്കാനുള്ള പാകിസ്ഥാന്റെ കുശാഗ്ര ബുദ്ധിയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വലിയ വിമർശനത്തിന് വിധേയമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കുപ്രസിദ്ധ തീവ്രവാദികളുടെ പ്രൊഫൈലാണ് ഇയാൾക്കുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഇയാളെ സാധാരണക്കാരനായി ചിത്രീകരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. US ഭീകരനായി പ്രഖ്യാപിച്ച മുതിർന്ന ലഷ്കർ ഇ ത്വയ്ബ പ്രവർത്തകനാണ് ഇയാൾ. ഹാഫിസ് അബ്ദുൾ റൌഫ് എന്ന് പറയുന്ന ഇയാളുടെ സാന്നിധ്യം ഇപ്പോൾ പാകിസ്ഥാൻ അബദ്ധവശാൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ അഹമ്മദ് ഷെരീഫ് ചൗധരി ഒരു പത്രസമ്മേളനത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനിലെ പഞ്ചാബിലെ മുദ്രികയിലുള്ള ലഷ്കർ ഇ ത്വയ്ബ ആസ്ഥാനത്ത് കൊല്ലപ്പെട്ട ഭീകരരുടെ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ 3 പെൺമക്കളും മകനുമുള്ള ഒരു സാധാരണ മനുഷ്യനായി റൌഫിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുന്നത്. ഈ മനുഷ്യൻ ഹാഫിസ് അബ്ദുൾ റൌഫ് ആണ്. അദ്ദേഹം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നു. അദ്ദേഹത്തിന് 3 പെൺമക്കളും ഒരു മകനുമുണ്ട്. അദ്ദേഹം 1973 മാർച്ചിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബ വിവരങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞായറാഴ്ച ഒരു പത്രസമ്മേളനത്തിനിടെയാണ് ചൗധരി ഒരു അവതരണത്തിൽ ഇത് പറഞ്ഞത്. അതിൽ റൌഫിന്റെ വിവരങ്ങളും കാണിച്ചിട്ടുണ്ട്. എന്തായാലും കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാര പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്ന റൌഫിന്റെ ഫോട്ടോ പ്രദർശിപ്പിച്ചപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകരരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെ ഇന്ത്യ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്തു. DG ISPR പങ്കിട്ട ഐഡന്റിറ്റി വിശദാംശങ്ങൾ കുറഞ്ഞത് 1999 മുതൽ LETയുടെ മുതിർന്ന നേതൃത്വത്തിലെ അംഗവും US ഉപരോധ പട്ടികയുടെ ഭാഗവുമായിട്ടുള്ള ഹാഫിസ് അബ്ദുൾ റൌഫിന്റെ വിശദാംശങ്ങളുമായി പൂർണ്ണമായി ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അമേരിക്ക ഭീകരനായി ഇയാളെ പ്രഖ്യാപിക്കുന്നത് 1999-ലാണ്. ഇയാൾ ലഷ്കർ ഇ ത്വയ്ബയുടെ സജീവ അംഗവും നിരോധിത സംഘടനയായിട്ടുള്ള ഫല ഇ ഇൻസാനിയത്ത് ഫൗണ്ടേഷന്റെ തലവനുമാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. 2008 നവംബറിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സെയ്ദിന്റെ അടുത്ത അനുയായിയാണ് ഇയാൾ എന്നാണ് പറയപ്പെടുന്നത്. തീവ്രവാദികളുടെ സംസ്കാര ചടങ്ങിൽ മുതിർന്ന പാകിസ്ഥാൻ സൈനിക പോലീസ് ഉദ്യോഗസ്ഥൻ പങ്കെടുത്തു. കൂടാതെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ മരുമകൻ കൂടിയായ പാകിസ്ഥാൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും മറിയം നവാസിൽ നിന്ന് പുഷ്പം ചക്രം അർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനവും വിവാദവുമായ വേറൊരു വാർത്ത എന്ന് പറയുന്നത്. എന്തുതന്നെയായിരുന്നാലും ഒന്നിലധികം അപരനാമങ്ങൾ ഈ റൌഫിനുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. 4 റോഡ്, ചോബുർജി ദോലാബുജ്, ജിന്ന ബ്ലോക്ക്, ചേംബർലെയിൻ റോഡ് എന്നിവയുൾപ്പെടെ ലാഹോറിലുടനീളമുള്ള സ്ഥലങ്ങളിൽ ഇയാൾ യാതൊരു ഭയവുമില്ലാതെ വിലസുകയാണ് എന്നുള്ള സൂചനയും ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.